തന്നെ ഇവർ പറയുന്ന ബോക്കോ ഹറാമും ISSന്റെയും ഒക്കെ അതിൻ്റെ ആളുകളുടെ കയ്യിലിരിക്കുന്ന അതേ ഖുർആൻ തന്നെയാണ് ആരുടെ കയ്യിലിരിക്കുന്നത്? മൊത്തം ലോക മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്ന് മാത്രമല്ല, അബുൽ കലാം ആസാദിന്റെ കയ്യിലിരുന്ന ഖുർആനും അത് തന്നെയാണ്. അബുൽ കലാം ആസാദ് അർത്ഥം എഴുതിയതും ട്രാൻസ്ലേറ്റ് ചെയ്തതും വ്യാഖ്യാനിച്ചതുമെല്ലാം ഈ ഖുർആൻ തന്നെയാണ്. എന്നിട്ട് അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമര സേനാനിയാവുകയും ഇന്ത്യയിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവുകയൊക്കെയാണ് ചെയ്തത്. അല്ലാതെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെയല്ലോ ചെയ്തത്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മറ്റൊന്നുമല്ല, ഗ്രന്ഥത്തിൻ്റെ പ്രശ്നമല്ല, അത് വായിച്ച രീതിയുടെ പ്രശ്നമാണ്. അത് ഏറ്റവും നന്നായി ഉദാഹരിക്കാൻ പറ്റുന്ന സംഗതി മഹാനായ ഗാന്ധിജി വായിച്ചതും ഭഗവത്ഗീതയാണ്. ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് നിറയൊഴിച്ച വിനായക് ഗോഡ്സെ വായിച്ചിരുന്നതും അതേ ഭഗവത്ഗീത തന്നെയാണ്. അപ്പൊ പ്രശ്നം ഭഗവത്ഗീതയുടേതല്ല, അത് വായിച്ച മെത്തഡോളജിയുടെ പ്രശ്നമാണ്. ഇതുപോലെ തന്നെയാണ് ലോകത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ പ്രശ്നമല്ല, അത് വിശുദ്ധ ഖുർആൻ വായിച്ച രീതിയുടെ പ്രശ്നമാണ്.